welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതായത് ഞാൻ എൻ്റെ ഫേസിൽ ഫുൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, പൊട്ട് തൊട്ടിട്ടുണ്ട്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ഐബ്രോസ് മാത്രം ഫിൽ ചെയ്തിട്ടില്ല. അതാണ് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫേസിൽ ഫുൾ മേക്കപ്പ് ചെയ്തിട്ട് ഐബ്രോസ് മാത്രം ഫിൽ ചെയ്യാണ്ട് വിട്ടേക്കുകയാണെങ്കിൽ നമ്മളുടെ ഫേസ് ഇതുപോലെ ഫ്ലാറ്റ് ആയ പോലെ ഫീൽ ചെയ്യിക്കും. ഇപ്പോൾ ഓക്കെ ആയില്ലേ? അതാണ് നമ്മളുടെ ഫേസിൽ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇൻട്രോയിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐബ്രോസ് എന്ന് പറയുന്നത്. അത് ഫില്ല് ചെയ്യുമ്പം തന്നെ നമ്മളുടെ ഫേസിനൊരു ഫ്രെയിം കിട്ടിയിട്ടില്ല പോലെ തോന്നും. അപ്പം നമ്മൾ ഫേസിൽ എല്ലാ മേക്കപ്പും ചെയ്തിട്ട് ഐബ്രോസ് മാത്രം ഫില്ല് ചെയ്യാണ്ട് വിടുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഫ്ലാറ്റ് ആയിട്ടുള്ള പോലെ തോന്നിക്കും. അത് വേറൊരാൾക്ക് കാണുമ്പം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ചെയ്യും, എന്താ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഐബ്രോസ് ആണെങ്കിൽ അതിനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആ ഐബ്രോസിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒട്ടും കട്ടിയില്ലാത്ത എൻ്റെ പോലുള്ള ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ വിഷമിക്കേണ്ട, നമുക്കതിനെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നാച്ചുറൽ ഐബ്രോസ് പോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ദാ എൻ്റെ ഐബ്രോസ് നോക്കുകയാണെങ്കിൽ ഒട്ടും കട്ടിയില്ലാത്ത ഐബ്രോസ് ആണ്. അത്യാവശ്യം ഹെയർസ് ഒക്കെ ഉണ്ട് കേട്ടോ, എന്നാൽ ഒട്ടും കട്ടിയില്ലാത്ത കുഞ്ഞ് ഹെയർസ് ആണ്. അതും ഒട്ടും ബ്ലാക്ക് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളുടെ ഫേസിലേക്ക് അത് ഒട്ടും ചേരുന്നില്ല, ഭയങ്കര ഒരു കാട്ടാളൻ്റെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷെ നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. കാരണം നമ്മൾ ഇത്രയും കാലം ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഐബ്രോസും കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് അതിനെ എന്താ പറയുക ഒന്ന് ഫില്ല് ചെയ്തെടുക്കുമ്പം ഉണ്ടാവുന്ന ഒരു മാറ്റം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് യാതൊരു കുഴപ്പമില്ല. നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ നമ്മൾ അതിലേക്ക് യൂസ്ഡ് ആയാൽ മതി. എൻ്റെ ഇപ്പോഴുള്ള പുരിക്കും അതുപോലെ തന്നെ ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷമുള്ള പുരിക്കും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഈ ടൈമിലുള്ള പിരിക്കും ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ്. അതിൽ എത്രയോ വ്യത്യാസമല്ലേ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത്. അതാണ് നമ്മളുടെ ഫേസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഐബ്രോസ് ആണ്. നമ്മൾ ഫേസിൽ എന്തൊക്കെ മേക്കപ്പ് ചെയ്തിട്ടും ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പഠിക്കുക. അപ്പം ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇത്രയും കേട്ടോ. അപ്പം ഇതിൽ ചില പ്രോഡക്റ്റുകൾ എനിക്ക് ഒട്ടും യൂസ് ആയിട്ടില്ല, എന്നാൽ ചില പ്രോഡക്റ്റുകൾ അടിപൊളി പ്രോഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഇപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യാറാണോ? അതുപോലെ തന്നെ ഏതാണ് ഏറ്റവും നല്ല ഐബ്രോ പ്രോഡക്റ്റ്, ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് ഏതാണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്രയും പ്രോഡക്റ്റുകളാണ്. ഇതിൽ ഏതാണ് ലോങ് ലാസ്റ്റിംഗ്, ഏതാണ് നല്ല പ്രോഡക്റ്റ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ നമ്മൾ ഐബ്രോ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ, നിങ്ങൾ ആദ്യമായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഐബ്രോ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പം ഒരുപാട് റേറ്റ് കൂടിയതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ ഇതുപോലുള്ള ഐബ്രോ പെൻസിൽ 5 രൂപയ്ക്ക് അല്ലെങ്കിൽ 10 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വെച്ചിട്ടും നമുക്ക് ഐബ്രോസ് പെർഫെക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ ഞാൻ 100 രൂപയിൽ താഴെയായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രോഡക്റ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ആദ്യത്തേത് ഏതെങ്കിലും ഒരു ഐബ്രോ പെൻസിൽ. അതിന് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇതാണ്. ഇത് സ്പൂളിയാണ്. അപ്പോൾ ഈ ഒരു സ്പൂളി നമുക്ക് നമ്മളുടെ ഒഴിഞ്ഞ മസ്കാരയുടെ ഒക്കെ സ്പൂളി ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചാൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഈ സ്പൂളി മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ അതിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്നും ഇപ്പോൾ ഇതുപോലെയുള്ള സ്പൂളികൾ വാങ്ങിക്കാൻ കിട്ടും. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് സ്പൂളി ഉണ്ടെങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഐബ്രോസ് പെർഫെക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഐബ്രോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന 8 രൂപയുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഐബ്രോസിൻ്റെ താഴെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കണക്കാക്കിയിട്ട് ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മളുടെ ഐബ്രോൻ്റെ മുകൾ ഭാഗത്ത്, നമ്മളിപ്പോൾ താഴെ നമ്മളുടെ ഐബ്രോ തുടങ്ങുന്ന ആ ഭാഗത്തു നിന്ന് മുതൽ ഐബ്രോ എൻഡ് ചെയ്യുന്ന ഭാഗം വരെ ലൈന് വരച്ചിട്ടുണ്ട്. എന്നാൽ മുകളിൽ നമ്മൾ ഐബ്രോൻ്റെ സെൻറ്ററിനായിട്ടാണ് ലൈന് വരയ്ക്കേണ്ടത്. സെൻറ്ററിന് ഇതുപോലെ ബാക്കിലേക്ക് കറക്റ്റായിട്ട് ഐബ്രോൻ്റെ ഷേപ്പ് കണക്കാക്കിയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുക.
എന്നിട്ട് പകുതിക്കെന്ന് നമ്മൾ ഐബ്രോസ് ഫുള്ളായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രണ്ടിൽ നിന്നേ ഒരിക്കലും ഐബ്രോസ് ഫില്ല് ചെയ്ത് പോകാൻ പാടില്ല കേട്ടോ. ഇതുപോലെ പകുതിക്കെന്ന് മാത്രം ബാക്കിലേക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്പൂളി എടുത്തിട്ട് അതിനെ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. അതും നമ്മളിപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം, അതായത് ഫ്രണ്ടിൽ നിന്നേ കോംബ് ചെയ്യാണ്ട് പകുതിക്കെന്ന് ബാക്കിലേക്ക് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ കോംബ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ പകുതിക്കെന്ന് ഫുൾ ബാക്കിലേക്ക് കോംബ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു ലൈന് താഴെ വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് മുകളിലേക്ക് കോംബ് ചെയ്യാം. ഇതുപോലെ മുകളിലേക്ക് കോംബ് ചെയ്യാം. നമ്മൾ ഫ്രണ്ടിൽ നിന്നേ കോംബ് ചെയ്ത് വരിക അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നേ ഫില്ല് ചെയ്ത് വരികയാണെങ്കിൽ നമ്മളുടെ ഐബ്രോസ് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. എന്നാൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഐബ്രോസ് നല്ല നാച്ചുറലായിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ ഐബ്രോ പെൻസിലൊക്കെ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് അത്രയ്ക്ക് അങ്ങോട്ട് ലോങ് ലാസ്റ്റിംഗ് ആവണം എന്നില്ല. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐബ്രോസ് വരച്ചതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഡാർക്ക് ബ്രൗൺ ഐ ഷേഡോ വെച്ചിട്ട് ഇതിന് മുകളിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതും പകുതിക്കുന്ന ബാക്കിലേക്ക് നന്നായിട്ട് ഈ ഒരു ഐ ഷേഡോ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ സ്പൂളി എടുത്തിട്ട് അത് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലോക്കലായിട്ടുള്ള ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിലും അതിനെ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആക്കും. അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്മഡ്ജ് പ്രൂഫും കൂടിയാണ് കേട്ടോ. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് ഈ ഒരു ജെൽ ഐലൈനർ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനർ ആണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും പിരികില്ലാത്ത, എൻ്റെ പോലെ ഒട്ടും പിരികില്ലാത്ത ആളുകൾക്ക് ഇതുപോലെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് നല്ല നാച്ചുറലായിട്ട് തന്നെ തോന്നിക്കും. ഇനി നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള പിരികയാണ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്സ് ഫില്ല് ചെയ്യാനാണെങ്കിൽ ഒന്നെങ്കിൽ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഗ്രേ കളറോ ഐബ്രോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ജെൽ ഐലൈനർ വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബ്രഷ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മളുടെ ഐബ്രോൻ്റെ താഴെ കറക്റ്റ് ഷേപ്പ് കണക്കാക്കിയിട്ട് ഒരു ലൈന് വരച്ച് കൊടുക്കുക. പിന്നെ മുകൾ ഭാഗത്തായിട്ട് പകുതിക്കുന്ന ബാക്കിലേക്ക് വീണ്ടും ഒരു ലൈന് വരച്ച് കൊടുക്കുക. ഇനി അതിനുള്ളിൽ ഈ ഒരു ജെൽ ഐലൈനർ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം കട്ടി വേണമെന്ന് തോന്നുന്നോ അത്രത്തോളം കട്ടിക്ക് ഈ ഒരു ജെൽ ഐലൈനർ വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മളിത് ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നാച്ചുറൽ ഒരു ലുക്ക് തന്നെയാണ് ഐബ്രോസിൻ്റെ കളർ വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് സ്പൂളി വെച്ചിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോംബ് ചെയ്യുമ്പം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ പകുതിക്കുന്ന ബാക്കിലേക്ക് നന്നായിട്ട് കോംബ് ചെയ്യുക. അതിനുശേഷം മാത്രം ഫ്രണ്ടിൽ കോംബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ കോംബ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്കായിട്ട് വേണം ആദ്യം കോംബ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്നും കൂടി കോംബ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ജെൽ ഐലൈനർ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റാവും, അതായത് ഡ്രൈ ആയിട്ട് നന്നായിട്ട് സെറ്റാവും. പിന്നെ അത് സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ നന്നായിട്ട് ലോങ് ലാസ്റ്റിങ്ങുമാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ 8 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടും അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ജെൽ ഐലൈനർ വെച്ചിട്ടുമാണ് ഇപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 8 രൂപയുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ജെൽ ഐലൈനർ വെച്ചിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ജെൽ ഐലൈനറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ചീപ്പ് റേറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് ഞാൻ 100 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതും ഇതിന്റെ കൂടെ ഒരു ബ്ലാക്ക് കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗണും കൂടെ വരുന്ന ജെൽ ഐലൈനറിന്റെ ഒരു സെറ്റാണ്. അതിന് നമുക്ക് 100 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ചീപ്പ് റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല. എന്നാൽ നല്ല അടിപൊളി. ഇപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സെറ്റ് ആയിട്ടുണ്ട്. ഇനി അത് വാട്ടർ പ്രൂഫ് ആണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗും ആണ്. അപ്പോൾ ഇത്രയും ചീപ്പ് റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐബ്രോ പ്രോഡക്റ്റ് ആണ് ഈ ഒരു മ്യൂസിക് ഫ്ലവറിന്റെ ജെൽ ഐലൈനർ. പിന്നെ അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു മിസ് ക്ലയറിന്റെ ഐബ്രോ പെൻസിൽ. ഇതിന് 91 രൂപ 95 രൂപ ആ ഒരു റേറ്റിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടുക. ഇത് ഡാർക്ക് ബ്രൗൺ കളറിൽ വരുന്ന ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. 0 to ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതും നമുക്ക് ഇത് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്പൂളി കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതിന്റെ കൂടെ ഒരു സ്പൂളി വരുന്നുണ്ട് ഈ സൈഡിൽ നമ്മളുടെ ഐബ്രോ പെൻസിൽ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഐബ്രോസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്പൂളി വെച്ചിട്ട് നന്നായിട്ട് അതിനെ
കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇത് ഡാർക്ക് ബ്രൗൺ ആയതുകൊണ്ട് തന്നെ ഒട്ടും ഐബ്രോസ് ഇല്ലാത്ത ആളുകൾക്കും ഈ ഒരു പെൻസിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാട്ടോ. കണ്ടോ, പിഗ്മെൻറ്റേഷൻ വളരെ കുറവാണ്. അപ്പം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പ്രോഡക്റ്റുകൾ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുള്ളത് നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് വരച്ച് വെച്ച പോലെ തോന്നൂല. പിഗ്മെൻറ്റേഷൻ കൂടി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരച്ചത് എടുത്ത് കാണിക്കും. അപ്പോൾ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുള്ള ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക. കണ്ടോ, ഒട്ടും പിഗ്മെൻറ്റേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഈ ഒരു ബ്ലൂ ഹെവന്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇതിന് 72 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാ നിപ്പ് കണ്ടോ, ഇതുപോലെയാണ് നിപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഐബ്രോസ് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഷാർപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പ്രോഡക്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വന്നോളൂ. പിന്നെ ഇതും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അതും പിഗ്മെന്റേഷൻ വളരെ കുറവാണ്. കണ്ടോ, പിഗ്മെന്റേഷൻ വളരെ കുറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐബ്രോ പെൻസിൽ കേട്ടോ. പക്ഷെ ഇത് എനിക്ക് ഒട്ടും യൂസ് ആയിട്ടില്ല. ഇതും ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഷെയ്ഡ് കണ്ടോ, ബ്രൗൺ ഷെയ്ഡ് തന്നെ ഒരു യെല്ലോ കൂടിയിട്ടുള്ള നമ്മളുടെ മിസ് ക്ലെയറിന്റെ ഷെയ്ഡും ഇതിന്റെ ഒരു ഷെയ്ഡും വെച്ച് നോക്കുമ്പം മനസ്സിലാവുന്നുണ്ടോ? ഇത് ശരിക്കും ഒരു യെല്ലോ കൂടിയിട്ടുള്ള ഒരു ബ്രൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്താൽ ഒട്ടും അറിയുന്നില്ല ഇത് ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കണ്ടോ, ഒട്ടും കാണുന്നേ ഇല്ല. കണ്ടോ, ഒട്ടും എടുത്ത് കാണിക്കാത്ത. ഇത് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റൂല. ഞാനിത് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തിട്ട് എനിക്ക് ഒട്ടും കളർ കിട്ടിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു കളർ വരണമല്ലോ, അതൊട്ടും വരുന്നില്ല. ഇതിന്റെ കൂടെ സ്പൂളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു ഷെയ്ഡ് ബ്രൗൺ എന്നുള്ള ഈ ഒരു ഷെയ്ഡ് ഒരിക്കലും വാങ്ങിക്കേണ്ട. കാരണം അതുകൊണ്ട് നമുക്ക് യാതൊരു യൂസും ഇല്ല. അപ്പോൾ അതാ ഇത്രയും പ്രോഡക്റ്റുകളാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐബ്രോ പ്രോഡക്റ്റുകൾ. അത് മാത്രമല്ല, ഇതുപോലെ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുവരെ ഐബ്രോസ് ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ എന്തായാലും ഐബ്രോസ് ഫില്ല് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഇപ്പം മുതൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയാലേ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.